ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. വേണുവേട്ടൻ ശ്രീലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു, ഇപ്പോൾ ശ്രീലക്ഷ്മിക്ക് വേണ്ടത് അമ്മയുടെ തണലും തലോടലും ഒക്കെയാണ്. അങ്ങനെ പ്രസവം വരെ അമ്മ അടുത്ത് വേണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രസവം കഴിഞ്ഞാൽ പിന്നെ ശ്രീലക്ഷ്മി അമ്മയായി മാറുമല്ലോ, പിന്നെ അമ്മയുടെ ആവശ്യമൊന്നും വരില്ല. വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, അച്ഛനാ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? അത് മോനെ, പശുക്കിടാവിൻ്റെ അടുത്ത് അതിൻ്റെ കുഞ്ഞ് നിൽക്കുന്ന മോൻ കണ്ടില്ലേ, അതുപോലെയാണ്. അമ്മയുടെ അടുത്ത് മകളുണ്ടായെങ്കിൽ അതിൻ്റെ പരിപാലനം വേറെയാണ്. അതുകൊണ്ട് രാധമ്മയുടെ അടുത്ത് ശ്രീമോൾ നിൽക്കുന്ന എന്തുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. വേണുവേട്ടൻ പറയുന്നതൊന്നും ഹരീഷിന് അത്ര സൂഹിക്കുന്നില്ല. ഹരീഷ് പറയാം, അതിനെന്താ, അമ്മ ഇവിടെ ഒന്ന് നിൽക്കട്ടെ. അതെങ്ങനെയാ മോനെ ശരിയാകുന്നത്? ഹരീഷ് പറയാം, അതേ ശരിയാവൂ. ഭാര്യ വീട്ടിലെ സംബന്ധക്കാരനായിട്ട് കിടക്കാനൊന്നും എന്നെ കിട്ടില്ല മോനെ. അത് ഭാര്യ വീടല്ലല്ലോ, ആ വീട് മോൻ്റെയും കൂടെ അല്ലേ. പക്ഷെ ആ വീട്ടിലിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് നിങ്ങളല്ലേ. ഹരീഷിൻ്റെ ഈ സംസാരവും പ്രവൃത്തിയും കണ്ടിട്ട് വേണുവേട്ടൻ ചോദിക്കുന്നു, എന്താ മോനെ മോൻ ഒരുമാതിരി അന്യവരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കുന്നത്? അത് നിങ്ങളാരും എന്നെ സ്വന്തക്കാരനായിട്ട് കണ്ടിട്ടില്ലല്ലോ. എൻ്റെ മോനെ, ഈ സമയത്ത് ഞാനൊരു തർക്കത്തിനൊന്നും നിൽക്കുന്നില്ല. എൻ്റെ പ്രായമല്ലല്ലോ നിൻ്റെ പ്രായം. വേണുവേട്ടൻ ശ്രീലക്ഷ്മിയോട് ചോദിക്കുന്നത്, മോള് രാജുവിനെ വിളിച്ച് പറഞ്ഞോ? ഇല്ലച്ച, എന്നാലേ ഞാനൊന്ന് വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് വേണുവേട്ടൻ സന്തോഷത്തോടെ പുറത്തോട്ട് ഇറങ്ങുവാണ്. വാ പ്രിയേച്ചി, വാ അമ്മേ, അകത്തിരിക്കാം എന്നും പറഞ്ഞ് ശ്രീലക്ഷ്മി അവരെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുമ്പോൾ അവരുടെ പുറകെ തന്നെ ഹരീഷും പോകുന്നുണ്ട്. പ്രതാപൻ്റെ വീട്ടിൽ അവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സരസ്വതി അമ്മ പറയുന്നു, രാജുവിൻ്റെയും വേണുവിൻ്റെയും ഈ കടുംപിടുത്തമൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. എല്ലാ കാലത്തും ഇങ്ങനെ വാടക വീട്ടിൽ കഴിയാൻ പറ്റുമോ? അത് കേട്ടിട്ട് പ്രതാപം പറഞ്ഞു, അതിന് ഈ ചർച്ചയൊന്നും പോരമ്മേ. അതിന് നമുക്ക് വേണുവേട്ടനെ കൂടെ വരുത്തി വേണുവേട്ടനെ ഇരുത്തി വേണം സംസാരിക്കാം. എന്നാൽ അത് മതി എന്നിങ്ങനെ സരസ്വതി അമ്മയും പറയുന്നുണ്ട്. ഋതികയും രാജുവിനെയും നോക്കിയിട്ട് യാമിനി ചോദിക്കുന്നു, ഇതെന്താ രണ്ടുപേരും മുള്ളേ കുത്തിയ പോലെ നിൽക്കുന്നത്? അത് കേട്ടിട്ട് ശേഖരൻ പറയുന്നു, മുള്ളേലൊന്നും അല്ല, കുപ്പിച്ചിലേ നിൽക്കുന്ന പോലെ. അപ്പോൾ സരസ്വതി അമ്മ പറയാ, കുപ്പിച്ചിലേലോ കുന്തത്തേലോ മുള്ളേലോ എവിടെ വേണമെങ്കിലും നിൽക്കട്ടെ, പക്ഷേ ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല, നാളെ പോയാൽ മതി. അത് കേട്ട് രാജു പറയുന്നു, യോ അമ്മമ്മേ, എനിക്കിന്ന് പോയേ പറ്റൂ, എനിക്ക് ചെന്നിട്ട് ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട്. അത് കേട്ടിട്ട് യാമിനി പറയാം, രാജുവിന് എന്ത് അത്യാവശ്യമാണ്? വന്ന് രാജു ഇപ്പം നുണ പറയാൻ തുടങ്ങിയോ? പ്രതാപം പറയുക, പണ്ടേ ഇവൻ ഇങ്ങനെ തന്നെ, ഇവനെ അച്ഛനെയും അമ്മയും കാണാതിരിക്കത്തില്ല. അപ്പോൾ സരസ്വതിയമ്മ പറയുന്നുണ്ട്, ഇവനെ കണ്ടാലേ അറിയാം ഇവനൊരു അമ്മക്കുഞ്ഞാന്ന്. അതുകൊണ്ടാണല്ലോ അവനിങ്ങനെ നാണം കുണുങ്ങിയൊക്കെ നിൽക്കുന്നത്. അത് കണ്ടുകൊണ്ട് ചിരിക്കുന്നുണ്ട് രാജുവും ഋതിയേയും കൂടെ. അങ്ങനെ അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതാപൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. സാറേ, ഞാൻ ഓഫീസിൽ നിന്ന് ജോർജ് ജോസഫാണ് സംസാരിക്കുന്നത്. ആ പറ ജോർജ്, എന്താ പ്രശ്നം? സാറേ, നമ്മൾ സ്കൂളിലേക്ക് വിതരണം ചെയ്ത ലാപ്ടോപ്പുകൾ ഭൂരിഭാഗവും കംപ്ലൈൻ്റ് ആണ്. എന്ത് കംപ്ലൈൻറ്റോ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പ്രതാപനെ തന്നെ നോക്കുവാണ്. അംബികയും ദീപക്കും അവിടെ തന്നെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് അംബികയ്ക്ക് എന്തോ ഒരു മനസ്സിലൊരു സന്തോഷം. പ്രതാപൻ എന്തോ ആപത്ത് വന്നു എന്നൊരു തോന്നൽ അംബികയ്ക്കും ദീപക്കിനും തോന്നിത്തുടങ്ങി. അങ്ങനെ ഓഫീസിലെ ജോർജ് ഉണ്ടായ കാര്യങ്ങളൊക്കെ പ്രതാപനോട് പറയുന്നുണ്ട്. പ്രതാപൻ അതെല്ലാം കേട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് പ്രതാപൻ ആകെ ടെൻഷനിൽ നിൽക്കുമ്പോൾ രാജു ചോദിക്കുന്നു, എന്താ സാർ എന്ന് ചോദിച്ചിട്ട് പ്രതാപൻ ഒന്നും പറയുന്നില്ല. പ്രതാപൻ മനസ്സിൽ പറയുന്നു, ഇന്ന് ഇവൻ്റെ പിറന്നാളാണ്, ഇവനോട് ഇതൊന്നും പറഞ്ഞ് അവനെ വിഷമിപ്പിക്കേണ്ട. ലാപ്ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫയലുകളെല്ലാം കൈകാര്യം ചെയ്തത് രാജുവാണല്ലോ. പക്ഷെ എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശേഖരനും ചോദിക്കുന്നു, എന്താ ഏട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല. ആ സമയത്ത് രാജുവിൻ്റെ ഫോണിലോട്ട് വേണുവേട്ടൻ്റെ ഫോൺ കോൾ വരുന്നുണ്ട്. അച്ഛനാണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞ് രാജു ഫോൺ എടുത്തിട്ട്, അച്ഛാ എന്താ വിളിച്ചത്? എടാ മോനെ, ഞാനൊരു സന്തോഷകാര്യം പറയാനാ നിന്നെ ഇപ്പോൾ വിളിച്ചത്. എന്താ അച്ഛാ? അതെ, നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വിശേഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഹരീഷിൻ്റെ വീട്ടിലുണ്ട്. സന്തോഷത്തോടെ രാജു പറയുന്നു, വെരി ഗുഡ്, ഞാനും മേഡവും കൂടി ഇപ്പോഴങ്ങോട്ട് വരാം. എന്താണ് രാജു പറഞ്ഞതെന്നറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്താ രാജു എന്നിങ്ങനെ ഋതിക ചോദിക്കുമ്പോൾ രാജു പറയുന്നു, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. സരസ്വതിയമ്മ പറയുക, ഗുഡ് ന്യൂസ്? അതെന്താണെന്ന് ഞങ്ങളും കൂടെ അറിയട്ടെ. എൻ്റെ പെങ്ങള് ശ്രീലക്ഷ്മിക്ക് വിശേഷമുണ്ടെന്ന്, അവരെല്ലാവരും ഇപ്പോൾ ഹരീഷിൻ്റെ വീട്ടിലുണ്ടെന്ന്. ഞങ്ങളും ഇപ്പോൾ ഉടനെ അങ്ങോട്ട് പോകാൻ പോവാം അമ്മാമ്മേ. അതിനെന്താ രാജു, പോയിട്ട് വാ. അപ്പോൾ യാമിനി പറയുക, പോകുമ്പോൾ കുറച്ച് സ്വീറ്റ്സ് കൂടെ വാങ്ങിക്കൊണ്ട് പോണേ. സാറേ, എന്നാൽ ഞങ്ങളങ്ങോട്ട് പോയിട്ട് വരട്ടെ എന്ന് പ്രതാപനോട് യാത്ര ചോദിച്ചിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. രാജുവും ഋതിയും കൂടെ പോയി കഴിയുമ്പോൾ സരസ്വതിയമ്മയും യാമിനിയും കൂടെ എഴുന്നേറ്റ് റൂമിനകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ശേഖരൻ ചോദിക്കുന്നു, എന്താ ഏട്ടൻ്റെ മുഖത്തിൽ ടെൻഷനുണ്ടല്ലോ? നത്തിങ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട് എന്നും പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പെട്ടെന്ന് അമ്പയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ട്, എടാ ദീപക്കെ, നീ ഇങ്ങോട്ടൊന്ന് വന്നേടാ എന്നും പറഞ്ഞ് ദീപക്കനെ വിളിച്ച് റൂമിലോട്ട് പോവുകയാണ്. ശേഖരൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, ചേട്ടൻ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അംബിക ആ സമയത്ത് ദീപക്കിനോട് പറയാം, എടാ പ്രതാപൻ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, മന്ത്രിസ്ഥാനം തെറിക്കുന്ന ലക്ഷണമാണ് കണ്ടിട്ട്. അമ്മ പറഞ്ഞത് ശരിയാമ്മേ, അയാളെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് എന്തോ വലിയ ടെൻഷൻ ഉണ്ടായി. നീ ശ്രദ്ധിച്ചില്ലായിരുന്നോ അവനെ? വാലിന് തീപിടിച്ച കുരങ്ങനെ പോലെയല്ലേ അവൻ പോയത്
എന്തോ പ്രശ്നമുണ്ട്, നീ എളുപ്പം ചെല്ല്, അവനെ ഒന്ന് ഫോളോ ചെയ്, എന്താ കാര്യമെന്ന് നമുക്കറിയാമല്ലോ. രാധമ്മ ശ്രീലക്ഷ്മി ഇങ്ങനെ സ്നേഹത്തോടെ തലോടിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഹരീഷിനോട് ചോദിക്കുന്നു, രുക്മിണിയോട് ഈ വിവരം പറഞ്ഞോ മോനെ? ഞാൻ അമ്മയും കൊണ്ട് ഓട്ടോയിൽ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലത ചേച്ചി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ തന്നെ ആ വിവരം ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു. അമ്മ ഇങ്ങോട്ടൊന്നും വരികയൊന്നും ചെയ്യത്തില്ല. ഒന്നാമത് അമ്മയ്ക്ക് എതിർപ്പ. പോരാത്തതിന് രമ്യ ഒരേ ഒരു ഇരിപ്പ് തന്നെ, ഒരു പ്രാന്തിയെപ്പോലെ. അവളെ ഒറ്റയ്ക്കിട്ടിട്ട് അമ്മ എങ്ങനെ വരാന്? അവൾ വല്ല കടുങ്കയും ചെയ്താലോ? രാധമ്മ അവിടെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്. രാജുവും രമ്യയോടുള്ള കല്യാണം നടത്തത്തിൽ ഞാനും വേണുവേട്ടനും കൂടി ഇപ്പോഴും വഴക്കാണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഋതുമോളെയും രാജുവിനെയും വേണുവേട്ടനെയും ഒക്കെ ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ ആക്രമിക്കും. ഇതൊക്കെ എങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കും എൻ്റെ ഈശ്വര. ഹരീഷ് പറയാ, ആ രമ്യയുടെ അന്ത്യം ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും കൂടെ ചേർന്ന് തകർത്ത് കളഞ്ഞില്ലേ എൻ്റെ പെങ്ങളുടെ ജീവിതം. അത് കണ്ടിട്ട് വേണുവേട്ടൻ മനസ്സിൽ പറയുന്നത്, ഇവൻ ആകെ മാറിയല്ലോ, ഇവൻ പതുക്കെ പതുക്കെ ആ രുക്മിണിയുടെ മകനായിട്ട് തന്നെ മാറുവാണല്ലോ. ഞാനിപ്പോൾ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വഴക്കായി മാറും. അതിപ്പോൾ എൻ്റെ കുഞ്ഞിനെയാണ് ബാധിക്കുന്നത്. ഹരീഷ് ഒരുമാതിരി ദേഷ്യത്തോടെ പറയാ, ഇപ്പോഴച്ഛനും വീട്ടിലില്ല, എൻ്റെ കുടുംബം അനാഥമായി, ഞാൻ ആരോടാ എൻ്റെ സങ്കടമൊക്കെ പറയേണ്ടത്? ഹരീഷിൻ്റെ ഈ സംസാരം കേട്ടിട്ട് രാധമ്മ പറയാ, മോനെ ഹരീഷേ, ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്, അത് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുമോനെ. അത് കേട്ടിട്ട് ഹരീഷ് പറഞ്ഞു, സോറി രാധമ്മേ, ഞാൻ അറിയാതെ അങ്ങ് ഓർക്കാതെ പറഞ്ഞു പോയതാ രാധമ്മേ. ഉടനെ പ്രിയ പറയാ, ഇനി അങ്ങോട്ട് മോളുടെ പ്രസവം വരെ സന്തോഷമുള്ള കാര്യങ്ങളെ നിങ്ങൾ സംസാരിക്കാവൂ, അത് പിന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും ബാധിക്കും. അപ്പോൾ ഹരീഷ് പറയാ, ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ക്ലാസ് എനിക്ക് തന്നാൽ മതി. അത് കേട്ട് പ്രിയ അങ്ങ് ചിരിക്കുവാണ്. വേണുവേട്ടൻ പറയാ, അതിനൊരൊറ്റ ക്ലാസ്സേ ഉള്ളൂ മോനെ. പെറ്റമ്മയുടെ സാമീപ്യം കൂട്ടിക്കൊണ്ട് അമ്മായിയമ്മയുടെ സാമീപ്യം പരമാവധി കുറയ്ക്കുക. എന്നിട്ട് ഗർഭിണിയായ ഭാര്യയോടൊപ്പം ഭർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡെലിവറി വെരി ഹാപ്പി. അത് കേട്ടിട്ട് ഹരീഷ് പറയുക, അമ്മായിയമ്മയുടെ സാമീപ്യം കുറയ്ക്കാൻ അതിന് എൻ്റെ അമ്മായിയമ്മ ഒരു പാവമല്ലേ മോനെ. ഏതൊരു ഗർഭിണിയുടെയും സ്വന്തം അമ്മായിയമ്മ രാജവെമ്പാലയെ പോലെയാണെന്നാ ചില ഗർഭിണികൾ കരുതുന്നത്. അവരങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈക്കിലങ്ങോട്ട് രാജുവും ഋതികയും കൂടെ വരുന്നുണ്ട്. രാജുവും ഋതികയും വലിയ സന്തോഷത്തോടെ അകത്തോട്ട് കയറി വരുവാണ്. ശ്രീകുട്ടിയാണെങ്കിൽ ചേട്ടാ എന്നും പറഞ്ഞ് വിളിച്ച് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. രാജുവും മോളേന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഋതിക പെട്ടെന്ന് കയ്യിൽ കരുതിന സ്വീറ്റ്സ് എടുത്ത് ശ്രീലക്ഷ്മിയുടെ മുന്നിലോട്ട് വെച്ച് നീട്ടിയിട്ട് പറഞ്ഞ്, കൺഗ്രാസ് ശ്രീലക്ഷ്മി, ഇത് കുറച്ച് സ്വീറ്റ്സ് ആണ്. ശ്രീലക്ഷ്മി പെട്ടെന്ന് ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് വളരെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ അവരെല്ലാവരും ഋതികയും രാജുവിനെയും നോക്കുവാണ്. അപ്പോൾ ഋതിക പറയുന്നത്, ശ്രീലക്ഷ്മി ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഇത് നിന്റെ ഏട്ടൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഋതികയുടെ കയ്യിൽ നിന്ന് ശ്രീലക്ഷ്മി അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഋതിക പറയുക, ഈ മധുരം കൊടുക്കേണ്ടത് അച്ഛനും അമ്മയും കൂടെയാ. രാധമ്മയും വേണുമംഗളും ചേർന്ന് ഇത് ശ്രീലക്ഷ്മിക്ക് കൊടുക്കണം. രാധമ്മ ആ സമയത്ത് ആരും കാണാതെ ഋതികയെ ഒന്ന് കണ്ണു കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഓ ഞങ്ങളില്ലേ, എനിക്കും എൻ്റെ ഭർത്താവിനും പ്രായമായി, പ്രായത്തിൽ ഇളപ്പമുള്ള നിങ്ങളൊക്കെ അങ്ങ് കൊടുത്താൽ മതിയേ. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയാം, അതെന്തായാലും ശരിയാ, ഇവളും ഞാനും ബദ്ധ ശത്രുക്കളാണ്. ഈ ശത്രുക്കളായ ഞങ്ങൾ ചേർന്നല്ല ഈ നല്ല കാര്യത്തിൽ ഈ കുഞ്ഞിന് മധുരം കൊടുക്കേണ്ടത്. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാ, വെറും ആക്രികളാണ് ഞങ്ങളിപ്പോൾ. ഉടനെ പ്രിയ പറയാ, ഇനി ഇക്കാര്യം പറഞ്ഞൂടെ, രണ്ടുപേരും ചേർന്ന് അടിയൊന്നും കൂടണ്ട. അപ്പോൾ ഇനി രാജുവും ഋതികയും കൂടെ കൊടുക്കട്ടെ മധുരം. അങ്ങനെ രാജുവും ഋതികയും ചേർന്ന് ശ്രീലക്ഷ്മിക്ക് മധുരമൊക്കെ കൊടുക്കുന്നുണ്ട്. ഋതിക ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് മധുരം കൊടുപ്പിക്കാൻ വേണ്ടി ഈ രാധമ്മ ചെയ്തൊരു പണി കണ്ടോ. വേണുവേട്ടൻ മനസ്സിൽ പറയാ, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങേ. രാജുവും ഋതികയും സ്വീറ്റ്സ് കൊടുത്തതൊന്നും ഹരീഷിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനിങ്ങനെ ദേഷ്യത്തിൽ തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത്. പ്രതാപൻ ഓഫീസിൽ വന്നിട്ട് ജോർജിനോട് പറയുന്നു, എന്താ സംഭവിച്ചതെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറ ജോർജ്. അപ്പോൾ ജോർജ് പറയുക, സാറേ ഈ ലാപ്ടോപ്പ് വിതരണത്തിലെ എന്തോ കാര്യമായ തിരിമറികൾ നടന്നിട്ടുണ്ട് സാറേ. തിരിമറികൾ എന്ന് വെച്ചാൽ വാട്ട് യു മീൻ? സാറേ ഇടനില നിന്നതിൽ ആരോ ഇതിൽ കളിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അഴിമതി ചെയ്തിട്ടുണ്ടാകാം. പ്രതാപൻ ചോദിക്കുന്നു, ഇടനില നിന്നവരോ? അങ്ങനെ പ്രതാപൻ അന്ന് നടന്ന സംഭവം ഇങ്ങനെ ഓർത്തു നോക്കുവാണ്. ദീപക്കിൻ്റെ മുന്നിൽ വെച്ച് രാജുവിനോട് ഈ ഫയൽ കൊടുത്തിട്ട് വളരെ മുഖ്യമായ ഫയലാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ജോർജ് വീണ്ടും പറയുന്നുണ്ട്, സാറേ ഈ ലാപ്ടോപ്പുകൾ ഒന്നും തന്നെ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റാത്തതാണ്. കുട്ടികൾക്ക് ആദ്യ റൗണ്ടിൽ വിതരണം ചെയ്തിരുന്ന ലാപ്ടോപ്പുകളെല്ലാം തന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂസായി. അത് മാത്രമല്ല സാറേ, ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില ലാപ്ടോപ്പുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. കേട്ട് പ്രതാപൻ ഞെട്ടിയിട്ട് വാട്ട് എന്ന് ചോദിക്കുവാണ്. അതെ സാറേ, 2 കുട്ടികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാ ജോർജ് കേൾക്കുന്നത്? പൊള്ളലേറ്റ ഒരു കുട്ടിയുടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. സാറിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നോർത്ത് ഭാഗം മണ്ഡല പ്രസിഡന്റ് ആണ് സാർ. പ്രതാപൻ ചോദിക്കുന്നു, അതാരാ?
ജോർജ് അപ്പോൾ പറയുന്നു അദ്ദേഹം സാറിനെ കാണാൻ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്, എന്നാൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കൂ. അപ്പോൾ ജോർജ് വിളിക്കുന്നു, മിസ്റ്റർ ശ്രീകണ്ഠൻ അകത്തോട്ട് കയറി വരൂ. അകത്തോട്ട് കയറി വന്ന ശ്രീകണ്ഠൻ നമസ്കാരം പറയുന്നുണ്ട്. പ്രതാപനും തിരിച്ച് നമസ്കാരം പറഞ്ഞിട്ട് ഇരിക്കാൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വേണ്ട സാർ. അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, മോനാണോ മോൾക്കാണോ പൊള്ളലേറ്റത്? അത് മോൾക്കാണ് സാർ. കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ? അപ്പോൾ ശ്രീകണ്ഠൻ പറയുന്നു, അല്ല സാർ, മോളിപ്പോൾ വീട്ടിലുണ്ട്, എന്നാലും അപകടം തന്നെയല്ലേ എന്നിങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്. ഉടനെ ശ്രീകണ്ഠൻ പറയുന്നു, സാറേ ഞാൻ വന്നതേ എൻ്റെ കുഞ്ഞിന് പൊള്ളലേറ്റതിൻ്റെ പരാതി പറയാനല്ല, ഇത് നമ്മുടെ പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടല്ലേ സാർ? അതേ ശ്രീകണ്ഠ എന്ന് പ്രതാപനും പറയുന്നു. അപ്പോൾ ശ്രീകണ്ഠൻ പറയുന്നു, സാറേ ഇത് മീഡിയ ചോർത്തിയെടുത്ത് പുറത്തു കൊണ്ടുവരും, പിന്നെ ഇതിന് വലിയ കോലാഹലമായിരിക്കും, പ്രതിപക്ഷത്തിന് ഇതൊരു വലിയ ആയുധമായി മാറും സാർ. അവർ സാറിനോട് രാജി ആവശ്യപ്പെടുകയും ചെയ്യും, അതിൽ യാതൊരു സംശയം വേണ്ട സാർ. പെട്ടെന്ന് പ്രതാപൻ പറയുന്നു, എല്ലാ സ്കൂളുകളിലും ഈ ലാപ്ടോപ്പ് കിട്ടിയിരുന്നോ? അപ്പോൾ ജോർജ് പറയുന്നു, ഇല്ല സാറേ, ഒരു 10% വിതരണമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ പ്രതാപൻ ചോദിക്കുക, വിതരണം ചെയ്ത എല്ലാ ലാപ്ടോപ്പുകളും തിരികെ വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? അതിനകത്തൊരു ഉറപ്പില്ലാത്ത പോലെ ജോർജ് ഇങ്ങനെ സംശയത്തിൽ നിൽക്കുമ്പോൾ പ്രതാപൻ പറയുന്നു, അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആലോചിക്കും. വി നീഡ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഇമീഡിയറ്റ്ലി എന്ന് പ്രതാപൻ പറയുമ്പോൾ എസ് ആർ എന്ന് ജോർജും പറയുന്നുണ്ട്. പെട്ടെന്ന് ശ്രീകണ്ഠനെയും കൂട്ടിയിട്ട് പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം രുക്മിണി ഹരീഷ് പറഞ്ഞ കാര്യോർത്ത് ഇങ്ങനെ ടെൻഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് രമ്യ അവിടെ അനങ്ങാതിരിക്കുന്നുണ്ട്. നീ എന്താ രമ്യ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ അതിനെന്ത് ചെയ്യണം? എൻ്റെ പൊന്നുമോളെ നീ എന്തെങ്കിലും ഒന്ന് പറയടി. ഞാൻ എന്ത് പറയാനമ്മേ? അവള് ഗർഭിണിയായാലും അവൾ കുഞ്ഞിനെ പ്രസവിച്ചാലും എനിക്കൊന്നുമില്ല. രുക്മിണി ദേഷ്യത്തോടെ പറയാം, അതിന് അവള് പ്രസവിച്ചോട്ടെ, പക്ഷെ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കണ്ട. എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അങ്ങനെ എൻ്റെ മോനെ തട്ടിയെടുക്കാൻ ആരും നോക്കണ്ട. അങ്ങനെ എന്നെയും എൻ്റെ മോളെയും തോൽപ്പിക്കാൻ ആരും നോക്കുകയും വേണ്ട. ഇതൊക്കെ കേട്ടിട്ട് രമ്യയ്ക്ക് ദേഷ്യം വന്ന് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. എന്നിട്ട് അവളും രാജുവിടെ നിൽക്കുന്ന ഫോട്ടോ ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അതുകൂടെ കണ്ടപ്പോൾ രുക്മിണിക്ക് ദേഷ്യം ഇരച്ചു കയറുക. ഇവളോടൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴും ആ നാശം പിടിച്ചവനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക അവള്. ഇപ്പോഴെടുത്തുചാട്ടം വേണ്ട, സമാധാനമാണ് വേണ്ടത്. എങ്ങനെ ഹരീഷിനെ വശത്താക്കി അവനെ എൻ്റെ കൂടെ തന്നെ നിർത്തണം. ഒരു കാരണവശാലും അവൾ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഇടവരുത്തരുത്. ഈ സമയം ദീപക്ക് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഓടി വരുവാണ്. അത് കണ്ടുകൊണ്ട് ശേഖരൻ ചോദിക്കുന്നു, അല്ല ഇതെന്താടാ നീ ഒരു വെടികൊണ്ട കാട്ടുപന്നിയെ പോലെ ഇങ്ങനെ ഓടി വരുന്നത്? എവിടേക്കാടാ നീ ഇങ്ങനെ ഓടിപ്പാഞ്ഞു പോയത്? അയ്യോ കുഞ്ഞമ്മാവനൊന്നും അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ കാര്യം. എനിക്ക് ഒരു ലോട്ടറി അടിച്ച് 25 കോടി, ഞാൻ അതിൻ്റെ ക്യാഷ് കളക്ട് ചെയ്യാൻ പോയതായിരുന്നു. അപ്പോൾ ശേഖരൻ ഒരു കളിയാക്കലോടെ പറഞ്ഞു, അപ്പോൾ ലോട്ടറിയൊക്കെ ഇപ്പോൾ ഭാഗ്യമില്ലാത്തവർക്കും അടിക്കാൻ തുടങ്ങിയല്ലേ? അതേ കുഞ്ഞമ്മാവനും കൂടെ ഒന്ന് എടുത്തു വെച്ചാൽ അടിച്ചാലേ ചിലപ്പോൾ പോക്കറ്റ് മണിക്കുള്ളതാകുമല്ലോ. എടാ ദീപക്കെ, ഞാനിന്ന് കാറിൽ വരുമ്പോഴേ ഒരു കാഴ്ച കണ്ടു. നിന്റെ ഭാര്യ നിന്റെ കൊച്ചിനെ ഒക്കത്ത് വെച്ചോണ്ട് പൊരി വെയിലിക്കൂടി ഇങ്ങനെ നടന്നു വരുന്നു. കൊച്ചിന് വല്ല പാലോ വെള്ളമോ മേടിച്ച് കൊടുക്കാൻ വേണ്ടി വന്നതായിരിക്കും. ഈ പിച്ചക്കാർ തെണ്ടാൻ നടക്കുന്ന പോലെ ആ കൊച്ചിനെയും കൊണ്ട് നടന്നു പോകുന്നത്. സാധാരണ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ എൻ്റെ മനസ്സലി, ഞാൻ എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് ഞാൻ ഒന്നും കൊടുത്തില്ല, കാരണം അത് നിന്റെ കുഞ്ഞായതുകൊണ്ട്. പിന്നെ നിനക്കിപ്പോൾ ലോട്ടറി അടിച്ചല്ലോ, ആ ലോട്ടറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കടാ. എന്തുവായാലും അവൻ നിന്റെ കുഞ്ഞല്ലേടാ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ താൻ പോടോ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ദീപക് അങ്ങനെ ഓടിപ്പോവുകയാണ്. റൂമിലോട്ട് വന്ന ദീപക്കിനോട് അമ്പി ചോദിക്കുന്നു, എടാ എന്താടാ പോയ കാര്യം? നീ എന്താടാ ദേഷ്യത്തിലിരിക്കുന്നത്? ഞാൻ വല്യമ്മാവൻ്റെ കാര്യം അറിഞ്ഞ് വലിയ സന്തോഷത്തിൽ ഓടി വരുവാണ്. അപ്പോഴാണ് ആ കുഞ്ഞമ്മാവൻ എന്നെ ചൊറിയാൻ വന്ന്. അവൻ പോകാൻ പറയടാ, അവനെ ഇവിടുന്ന് പുറത്താക്കാനുള്ളൊരു കെണി ഞാനിവിടെ ഒരുക്കുന്നുണ്ടടാ. അതൊക്കെ പോട്ടെ, എന്താ പ്രതാപന് പറ്റിയത്? നീ കാര്യം പറ. അമ്മേ, എനിക്ക് സെക്രട്ടേറിയറ്റിനകത്തോട്ടൊന്നും കയറാൻ പറ്റിയില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ മറ്റൊരാളിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടെല്ലാം അറിഞ്ഞു. അംബിക വലിയ സന്തോഷത്തോടെ പറയും, എടാ നീ ഒന്ന് വേഗം പറയടാ. അപ്പോൾ ദീപക്ക് പറയാം, അമ്മയുടെ ആങ്ങളെ കുടുങ്ങാൻ പോവുക. അവൻ കുടുങ്ങാൻ തന്നെയാടാ മോനെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. നീ കാര്യം പറ. അമ്മേ, 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നുണ്ട്. ആ പദ്ധതി കൊണ്ടുവന്നതേ മിസ്റ്റർ പ്രതാപവർമ്മയാണ്. കമ്പനിയിൽ നിന്നും ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ ഡീലെടുത്തതേ ആ രാജു തന്നെയാണ്. വിതരണം ചെയ്ത ആ ലാപ്ടോപ്പുകൾക്കെല്ലാം സോഫ്റ്റ്വെയർ ഇഷ്യൂസാണ്, പിന്നെ ചിലതെല്ലാം പൊട്ടിത്തെറിച്ച്. അപ്പോൾ അംബിക സന്തോഷത്തോടെ പറയാം, അപ്പോൾ പണി കിട്ടിയത് പള്ളിക്കൂടത്തിന്ന് അല്ലേ മോനെ? മീഡിയ പട അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, എന്നിട്ട് ഇയാളെ എടുത്തിട്ട് അവരെല്ലാം കൂടെ അങ്ങ് 6 അടിച്ചോളും. ദീപക് അങ്ങനെ പറയുമ്പോൾ അംബിക ചോദിക്കുക, എടാ അവൻ രാജിവെക്കേണ്ടി വരുമോ? അമ്മ, ഇത് രാജിയിലൊന്നും തീരില്ല, അഴിമതിയാണ്, ഇയാൾ അകത്തു പോവും. സ്വന്തം ആങ്ങളയ്ക്കൊരാപത്ത് വരുന്നത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ആ അംബിക ദുഷ്ട നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാം, എൻ്റെ ആറ്റുകാലമ്മേ, ആ പൊരിവെയിലത്ത് വന്ന് ഞാൻ പൊങ്കാലയിട്ടേക്കാവേ. എടാ അപ്പോൾ രാജുവിൻ്റെ കാര്യം? അവനെ വല്യമ്മാവൻ്റെ പാർട്ടിക്കാരെടുത്തിട്ട് അടിക്കും, എന്നിട്ട് വന്ന് പോലീസ് കൊണ്ടുപോയിക്കോളും. അത് കേട്ടിട്ട് അംബിക വലിയ സന്തോഷത്തോടെ പറയാ, അപ്പോൾ അമ്മായിയപ്പനും മരുമകനും സെൻട്രൽ ജയിലിൽ തന്നെ കഴിയാം അല്ലേടാ? അത് പിന്നെ ഉറപ്പുള്ള കാര്യമല്ലേ അമ്മേ. അയാൾ ജയിലിൽ നിന്ന് വന്നാൽ ഈ രാജുവിനെ അടിച്ച് പുറത്താക്കുമെന്നുള്ള തന്നെ
ഒരു സംശയവും വേണ്ട. ഇതിനു വേണ്ടിയാടാ മോനെ അമ്മ ഇത്രയും നാളും കാത്തിരുന്നു. അമ്മേ, അവർ ജയിലിലോട്ട് എത്തുന്നവരെ നമ്മൾ എന്താമ്മേ ചെയ്യേണ്ടത്? പ്രതാപനും രാജുവിനും വേണ്ടി എന്തൊക്കെ എതിരായിട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇങ്ങനെ അംബിക ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപനും രാജുവിനെയും കൊടുക്കാൻ വേണ്ടി ജയനും അവൻ്റെ അമ്മയും കളിച്ച നാടകത്തിൽ അറിയാതെ വീണുപോയ പ്രതാപനെയും രാജുവിനെയും രാജു തന്നെ ഈ കുടുക്കിൽ നിന്നും രക്ഷിക്കും. പ്രതാപനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്യും. അംബികയ്ക്കും മോനും നല്ല തിരിച്ചടി കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.